ക്രിക്കറ്റ് വിക്രമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാജസ്ഥാൻ റോയൽസിനെ തകർത്തുവിട്ടു ഡൽഹി ക്യാപിറ്റൽസ്. ഇന്നലത്തെ മത്സരത്തിൽ ഡൽഹിക്ക് വിജയിച്ച മതിയായതുകൊണ്ട് തന്നെ ഡൽഹി രാജസ്ഥാന് മുകളിൽ വമ്പൻ ആധിപത്യമാണ് പുലർത്തിയത്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ടോസ് കിട്ടിയിട്ട് രാജസ്ഥാൻ നായകൻ റിയാൻ പരാഗ് ഇന്നലെ ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. എന്നാൽ കളിയിലേക്ക് നമുക്കൊന്ന് സമഗ്രമായിട്ട് വിലയിരുത്തിയാൽ ഡൽഹിക്ക് അവരുടെ സൂപ്പർ താരം ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്ക് ഇന്നലത്തെ അവരുടെ ബോളിംഗ് സൂപ്പറായി എന്ന് തന്നെ പറയേണ്ടി വരും. മറുഭാഗത്ത് രാജസ്ഥാനും ഇന്നലെ ഹെഡ്മയറിനെ കളിപ്പിച്ചിട്ടില്ല. അക്കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഡൽഹി മില്ലറേയും കൂടി കളിപ്പിച്ചിട്ടില്ല. അപ്പോൾ ബാറ്റിംഗ് തിരഞ്ഞെടുത്തപ്പോൾ വൈഭവ് സൂര്യവംശി സ്റ്റാർക്ക് എന്ന ബാറ്റിൽ കാണാൻ നമ്മളെ ഒരാൾ പ്രതീക്ഷിച്ചു. പക്ഷെ അത് ഉണ്ടായിരുന്നില്ല. സ്റ്റാർക്ക് ന്യൂ ബോൾ ഓപ്പറേറ്റ് ചെയ്തു. ഫസ്റ്റ് പന്തിൽ കളിയുടെ ഫസ്റ്റ് പന്തിൽ യശസ്വി ജയ്സ്വാൾ സിക്സർ അടിച്ചു തുടങ്ങുന്നു. കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്തെ പന്തിൽ ഒരു ലോ ഫുൾ ടോസ് വരുന്നു. ഇത്തവണ കോട്ടൺ ബോൾ ആകുന്നു അദ്ദേഹം. അദ്ദേഹം അടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ബോൾ കുത്തുകയായിരുന്നു സ്റ്റാർക്കിന്റെ കയ്യിലേക്ക് തന്നെ പന്ത്. അങ്ങനെ ആദ്യത്തെ ഓവറിൽ തന്നെ മൂന്നാമത്തെ ഓവറിൽ മൂന്നാമത്തെ പന്തിൽ തന്നെ വിക്കറ്റ് വീഴുന്ന കാഴ്ച. പിന്നെ ധ്രുവ് ജുറലാണ് വരുന്നത്. ജുറല് വളരെ പതുക്കെയാണ് സ്കോർ ചെയ്യുന്നതെന്ന് കഴിയുന്നത് ഓർക്കണം. അതിനിടയ്ക്ക് രണ്ടാമത്തെ ഓവറിൽ വൈഭവ് സൂര്യവംശിയുടെ വിക്കറ്റ് എടുക്കുന്ന കാഴ്ചയുടെ കൈൽ ജാമിസന്റെ ആദ്യത്തെ പന്തിൽ, അതായത് വൈഭവ് സൂര്യവംശി ജാമിസന്റെ ആദ്യത്തെ പന്തിൽ ബൗണ്ടറി അടിക്കുന്നു. രണ്ടാമത്തെ പന്ത് ഒരു സൂപ്പർ യോർക്കർ വരുന്നു, ക്ലീൻ ബോൾഡ് ആവുന്നു. അതിനുശേഷം ജാമിസന്റെ അഗ്രഷനൊക്കെ ഉണ്ട്. വിക്കറ്റ് എടുത്തതിനു ശേഷം 15-കാരൻ പയ്യന്റെ വിക്കറ്റ് എടുത്തിട്ട് ന്യൂസിലാൻഡിന്റെ പ്രധാനപ്പെട്ട പേസർ കാണിക്കുക അഗ്രഷനൊക്കെ കളിക്കുകയാണ്. അങ്ങനെ സൂര്യവംശിയും പോകുന്നു. അപ്പോൾ 2 ഓവറിൽ 12-ന് 2 എന്നതിലാണ് ടീം ടോട്ടലുള്ളത്. പിന്നെ അവിടെ നിന്ന് നായകൻ റിയാൻ പരാഗും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ധ്രുവ് ജുറലും കൂടി വളരെ പതുക്കെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. പരാഗിന്റെ ഷോട്ടുകൾ നമ്മൾ എടുത്ത് പറയേണ്ട ഒന്നാണ്. അദ്ദേഹം കൃത്യമായ ഫേസിൽ ബൗണ്ടറികൾ അടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ജുറല് മോശമാക്കിയിട്ടില്ല. ജുറലിന്റെ സ്ട്രൈക്ക് റേറ്റ് അല്പം കുറവായിരുന്നു. 140 സ്ട്രൈക്ക് ജുറല് കളിച്ചത്. അപ്പോൾ ഈ പവർ പ്ലേയിൽ തന്നെ അവര് അടിക്കുന്ന കാഴ്ചക്കട്ടില്ലേ. പവർ പ്ലേ ആകുമ്പോഴത്തേക്ക് തന്നെ രാജസ്ഥാൻ 65 റൺസിലേക്ക് കഴിഞ്ഞിട്ടായിരുന്നു. അപ്പൊ ജുറലും പരാഗും കൂടിയിട്ട് വളരെ പതുക്കെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. പരാഗിന്റെ ആ ഒരു എന്താ പറയാ ഇന്നിങ്സ് എടുത്ത് പറയേണ്ട ഒരു ഇന്നിങ്സ് ആയിരുന്നു. കാരണം പരാഗ് ശരിക്കും യഥാർത്ഥത്തിൽ ഡൽഹി അക്ഷർ പട്ടേലിനെതിരെ ആനടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നെ അതേപോലെ ജാമിസണും പരാഗ് അടിക്കുന്ന കാഴ്ച കണ്ടു. അങ്ങനെ പരാഗ് തന്റെ ഫസ്റ്റ് 50 ഐപ്പിൽ എടുക്കുന്ന കാഴ്ച കണ്ടു. ടീം മൊത്തം സ്ട്രഗിൾ ചെയ്യുമ്പോൾ പരാഗിന്റെ ടാലന്റ് എന്താണെന്ന് തെളിയിച്ച മത്സരമാണ്. പരാഗിലേക്ക് ധ്രുവ് ജുറൽ ഔട്ടായി പോകുന്ന കാഴ്ചയുണ്ട്. ധ്രുവ് ജുറല് 112 റൺസ് ആകുമ്പോൾ ധ്രുവ് ജുറൽ ഔട്ടായി പോകുന്നുണ്ട്. ഇപ്പൊ ജുറലിന്റെ കാര്യത്തിലേക്ക് വന്നാൽ നമ്പർ 3 ഇറങ്ങിയിട്ട് വേസ്റ്റ് സ്ട്രൈക്ക് റേറ്റ് ആണ് ജുറലി. അതിലിപ്പോ ഋഷഭ് പന്തും അബ്ദുൽ ഷെരീഫും ജുറലിനാണ് ഏറ്റവും മോശം സ്ട്രൈക്ക് റേറ്റ്. നമ്പർ 3 150 സ്ട്രൈക്ക് റേറ്റ് ജുറലിന്റെ കാര്യം ഓർക്കണം. ഇപ്പൊ സൂര്യകുമാർ യാദവിന് പോലും നമ്പർ 3 അതിനെക്കാട്ടും ബെറ്റർ സ്ട്രൈക്ക് റേറ്റ്. അതായത് സീസണിൽ മൊത്തം സ്ട്രഗിൾ ചെയ്യുന്ന സൂര്യക്ക് പോലും സ്ട്രൈക്ക് റേറ്റ് കൂടുതലാണെന്നാണ് ഇപ്പം പറയുന്നത്. ഇപ്പൊ അവർ ജുറൽ ഔട്ടായി പോകുന്നു. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡൊണോവൻ പെരേരയിൽ ഇറക്കി വിടുമെന്നാണ്. പക്ഷേ അവിടെ രവീന്ദ്ര ജഡേജനെ ഇറക്കി വിടുന്നത്. കാരണം അതിന് സ്ട്രൈറ്റ് കോമ്പിനേഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറയുക മത്സരം പറയുന്നുണ്ട്. പിന്നെ കുൽദീപിന്റെ പ്രകടനം എടുത്ത് പറയണം. കുൽദീപ് എന്നത് യഥാർത്ഥത്തിൽ ആ ഒരു ഘട്ടത്തിൽ, അതായത് പവർ പ്ലേ ഘട്ടത്തിൽ 2 ഓവർ 13 റൺസ് മാത്രമേ കുൽദീപ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ജഡേജ വരുന്നു. ജഡേജയും പരാഗ് കൂടി വളരെ പതുക്കെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. അത് ജഡേജയുടെ ഇറക്കിവിട്ട കാര്യം നമുക്കറിയാം. വേറെ പ്യുവർ ഫിനിഷറാണ്. അപ്പോ ജഡേജ ഇപ്പൊ പഴയ നിലയിലേക്കില്ല. പഴയതിൽ കുറച്ചും കൂടി ബോൾ ടൈപ്പിൽ പറയുമ്പോൾ അത് ഉപകാരപ്പെടുന്ന രൂപയാണ് ജഡേജയെ പ്രമോട്ട് ചെയ്ത് കൊടുത്തത്. പിന്നെ ജഡേജയും റിയാൻ പരാഗ് ഒരു ഘട്ടത്തിൽ ആൻഡ്രേ ബർഗറിന്റെ ഓവറിലൊക്കെ 3 ബൗണ്ടറികളും ജാമിസണും അടിക്കുന്ന കാഴ്ച കണ്ടില്ലേ. ജാമിസന്റെ ഓവർ അദ്ദേഹം യഥാർത്ഥത്തിൽ 2 6 ബൗണ്ടറി അടിക്കുന്ന കാഴ്ചയുണ്ട്. അദ്ദേഹത്തിന് 32 റൺസാണ് ജാമിസനെ അടിച്ചു കൂട്ടിയത് പരാഗ്. അങ്ങനെ പരാഗ് 16 ഓവറാകുമ്പോൾ രാജസ്ഥാൻ 166 പരാഗ് 90 റൺസിലേക്കും എത്തിക്കഴിഞ്ഞിട്ടായിരുന്നു. പരാഗിന്റെ വിക്കറ്റ് എടുക്കുന്നവരാ മിച്ചൽ സ്റ്റാർക്കാണ്. മിച്ചൽ സ്റ്റാർക്കിനാണ് പരാഗിയും
ജഡേജയും രണ്ടുപേരും സ്റ്റാർക്കാണ് പറഞ്ഞു വരുന്ന കാര്യം കൂടി ഓർക്കണം. അങ്ങനെ സ്റ്റാർക്ക് രാജസ്ഥാന്റെ ആ ഒരു ഇതുണ്ടല്ലോ, അവരടിച്ച കളിക്കുമ്പോൾ അതിലും തടയിടാൻ വേണ്ടി സ്റ്റാർക്ക് വരുന്നു. സ്റ്റാർക്കിന് കൃത്യമായി പിന്നെ ബോൾ എത്തിണ്ടെന്ന് മറക്കേണ്ടതില്ല. ഒരുപാട് കാലം മുൻകൂറിലേക്ക് പുറത്തിരുന്ന് സ്റ്റാർക്ക് തന്റെ ലൈൻ നോക്കിനെ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യം ഓർക്കണം. പിന്നെ പരാഗിൽ പോയ ശേഷം ആരാ വരുന്നത്? ഡൊണോവൻ പെരേര ആയിരുന്നു. പെരേര വന്നിട്ട് അടിക്കുന്ന അടിയുണ്ടല്ലോ, പിന്നെ താണ്ഡവും അങ്ങ് ആടുകയാണ് പെരേര. എല്ലാവരും അടിച്ച് പൊട്ടിക്കുന്ന കാഴ്ചയാണ് പെരേര അടിച്ചു കൊടുത്തു. സ്റ്റാർക്കിന് കിട്ടുന്നു, നട്രാജിന് കിട്ടുന്നു, അതുപോലെ ജാനസിന് കിട്ടുന്നു. എല്ലാവർക്കും പെരേര കുൽദീപ് 3 സിക്സറുകളൊക്കെ പായിച്ചു. അതുവരെ കൃത്യമായിട്ട് കുൽദീപിന് ആ ഓവർ 20 റൺസാണ് കിട്ടിയത് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. പെരേരക്ക് കൂട്ടായി ശുഭംബിയാണ് ഉണ്ടായത്. പെരേര 3 സിക്സറുകളാണ് കുൽദീപിനെതിരെ എടുക്കുന്നത്. അതിന് നില 15 പന്തിൽ 47 റൺസാണ് ഡൊണോവൻ പെരേര അടിച്ചു കൂട്ടിയത്. ഒരു യോർക്കറൊക്കെ അദ്ദേഹം അടിക്കുന്നതിലെ സൈസിന് അയച്ചതിലെ അതൊക്കെ ബൗണ്ടറിയാണ് പോയത് എന്ന കാര്യം കൂടി ഓർക്കണം. അങ്ങനെ രാജസ്ഥാൻ ജയ്പൂരിൽ 225 എന്ന മോശമല്ലാത്തൊരു ടോട്ടലിലേക്ക് അവരെത്തുന്നു. ഇപ്പൊ DC-യുടെ ബൗളിംഗ് കാർഡിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, DC-യുടെ ബൗളിംഗിലേക്ക് വന്നാൽ മിച്ചൽ സ്റ്റാർക്ക് 4 ഓവർ 40 3 വിക്കറ്റ്. അദ്ദേഹം തിരിച്ചൊരു ഗംഭീരമാക്കി 3 പ്രധാനപ്പെട്ട വിക്കറ്റുകളെയും എത്തിക്കുന്നതായി മറക്കണ്ട. ജാമസൺ 4 ഓവർ 48 അക്ഷർ പട്ടേല് 4 ഓവർ 39 ഒന്നാകുമ്പോൾ കുൽദീപ് 4 ഓവർ 41 2 ഓവർ 13 കൊടുത്ത കുൽദീപാണ് അവസാന ഘട്ടത്തിൽ അല്പം എക്സ്പെൻസീവ് ആയി പോയെന്ന് കാര്യം ഓർക്കണം. പിന്നെ നട്രാജന് വരെ അദ്ദേഹത്തിന്റെ ലൈനിൽ ലെഫ്റ്റ് വർക്കാവുന്ന കാഴ്ച കണ്ടില്ല. 4 ഓവർ 54 റൺസാണ് നട്ടുവിട്ട് കൊടുത്തത്. വിക്കറ്റ് മറക്കുന്നില്ല. എന്നാൽ ഡൽഹിക്ക് മത്സരം വിജയിച്ചപ്പോൾ വൻ ക്രൂഷ്യൽ മാച്ചാണിത്. കാരണം കഴിഞ്ഞ കുറച്ച് മത്സരമായിട്ട് അവർക്ക് വളരെ തോൽവിയാണ്. ബാംഗ്ലൂരിനോട് തോൽക്കും, അതിന്റെ മുമ്പത്തെ കളിവരെ പഞ്ചാബിനോട് തോൽക്കുന്നു, അതിന്റെ തോൽവി നാണയത്തിന്റെ ടീമായിപ്പോ. പക്ഷെ ഡൽഹിക്ക് മത്സരം വിജയിച്ചു കളയും. അതിൽ 10 നിസാൻ ഗെയിമുകളെ വീണ്ടും ടീം എത്തിച്ചുകൊണ്ടിരുന്നു. നിസാൻ ഗെയിം രാഹുലിൽ കുടിച്ച് നോക്കം ചെയ്യുന്ന കാഴ്ച. 2 പേരും കൂടി ഗംഭീര തുടക്കമാണ് ഇട്ടത്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ആർച്ചറിന്റെ ആദ്യത്തെ ഓവറിന് 11 റൺസ് അടിച്ചാണ് തുടങ്ങുന്നത്. പിന്നെ ആൻഡ്രെ ബർഗറിനെ കിട്ടുന്നു, തുഷാർ ദേശ്പാണ്ഡെ കിട്ടുന്നു, ബ്രിജേഷ് കിട്ടുന്നു. അങ്ങനെ എല്ലാവർക്കും അടിയായി കൊടുക്കുന്ന കാഴ്ച കണ്ടില്ലേ നിസാങ്കയുടെ പ്രകടനവും രാഹുലിന്റെ പ്രകടനം, 2 പേരുടെ പ്രകടനവും എടുത്തു പറയണം. നിസാങ്ക 63 റൺസ് എടുക്കുന്നത് 9ാമത്തെ അതായത് 10ാമത്തെ ഓവറിൽ ആദ്യത്തെ വിക്കറ്റ് പോകുന്നു. ജഡേജയുടെ ബോൾ റിവേഴ്സ് പെട്ടെന്ന് LBW ആകുന്നു. അങ്ങനെ 10 നിസാങ്ക 110 റൺസ് ആകുമ്പോൾ നിസാങ്ക പോകുന്നു. നിസാങ്കയ്ക്ക് 62 റൺസ്. അപ്പോഴേ ഡൽഹി കുറെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. 10 ഓവർ 110 റൺസ്. ഈ 10 ഓവറിലേക്ക് വീണ്ടും 120 റൺസ് ഒക്കെ വേണ്ടി വിചാരിച്ചുള്ളൂ. ഇപ്പൊ നമുക്കറിയാം നിതീഷാണ് മികച്ച പെർഫോമൻസ്, സ്റ്റെപ്സ് ഉണ്ട്, അശുതോഷ് ഉണ്ട്, സമീർ ഉണ്ട്, അക്ഷർ പട്ടേലിന്റെ മികച്ച പ്ലേയേഴ്സ് ഇന്ത്യക്കാരുടെ ടീമാണ്. അപ്പൊ അതൊക്കെ എനിക്ക് പോസിബിൾ ആണെന്ന് എനിക്ക് അറിയാം. അപ്പൊ പവർ പ്ലേയിൽ തന്നെ ഒരു ആനം കണ്ടിക്കുന്ന കാഴ്ച കേട്ടു. അതിനുശേഷം ശരിയാണ് ഇപ്പോ വിക്കറ്റ് പോയി നമ്മുടെ സാങ്കേതിക വിക്കറ്റ്. പിന്നെ നിതീഷാണ് വരുന്നത്. നിതീഷാണ് വളരെ പതുക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ബൗണ്ടറി അടിക്കുന്ന കാഴ്ച കണ്ടു. പക്ഷേ നിതീഷാണ് യഥാർത്ഥത്തിൽ കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഇത് പ്രതീക്ഷിക്കുന്നുണ്ടായിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നിതീഷാണ് നല്ല 17 പതിൽ 33 റൺസ് അടിച്ചില്ല മാത്രമില്ല, 2 സിക്സറുകളും 3 ബോൾ അടിച്ചു. പക്ഷേ ഒരല്പം കൂടി നിതീഷാണ് ഗ്രൂസിൽ കളിച്ചെങ്കിൽ ഇതിനെക്കാട്ടും വേഗം ടീം ജയിക്കുമായിരുന്നു നമ്മുടെ അഭിപ്രായം. പിന്നെ ട്രിസ്റ്റൻ സ്റ്റെപ്സ് വരുന്നു. സ്റ്റെപ്സ് ഇന്നലെ 11 മുതൽ 18 റൺസ്. രാഹുലിന്റെ പ്രകടനം എടുത്ത് പറയാൻ സീസണിൽ ഇപ്പൊ 3ാമത്തെ 50 രാഹുലിന്റെ കയ്യിൽ അടിച്ചു കൂട്ടി. രാഹുലിന്റെ ഓറഞ്ച് ക്യാപ്പ് രാഹുലിന്റെ തലയിലാണ്. രാഹുൽ മികച്ച പ്രകടനമായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ IPL ഇത്രയും മികച്ച രീതിയിൽ കൺസിസ്റ്റന്റ് കളിക്കുന്ന മറ്റു പ്ലെയർ ഉണ്ടോന്ന് അറിയില്ല. 1-2 സീസൺ അല്ല. ഇപ്പൊ നിങ്ങൾ ഒരു 6-7 സീസൺ ഇങ്ങോട്ട് എടുത്താൽ KL രാഹുൽ തലപ്പത്ത് നിൽക്കുന്ന പ്ലെയർ അല്ലേ. അപ്പൊ രാഹുൽ മികച്ച രീതിയിൽ കളിക്കുന്നു. 40 പന്തിൽ 75 റൺസ് അടിക്കുന്നു. ജോഫ്രെ ആർച്ചറുടെ പന്തിൽ രാഹുല് ഡൊണോവൻ പെരേരയെ വിളിച്ച് രാഹുൽ ഔട്ടായി പോകുന്നു. പിന്നെ അശുതോഷ് വരുന്നു. അശുതോഷ് വന്നിട്ട് 4 ബൗണ്ടറി അടിക്കുന്നത് 15 പന്തിൽ 25 റൺസ്. അശുതോഷ് സ്റ്റെപ്സും കൂടി കളി ഫിനിഷ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. 19 ഓവറിൽ 226 റൺസിലേക്ക് പോകുന്ന കാഴ്ച കണ്ടില്ല. വരെ രാജസ്ഥാനെ തകർത്തിട്ട് വിജയം സ്വന്തമാക്കി. രാജസ്ഥാന്റെ ബോളിംഗ് കാർഡിലേക്ക് വന്നാൽ ജോഫ്രെ ആർച്ചർ 4 ഓവർ 46 വിക്കറ്റ്, ആൻഡ്രെ ബർഗർ 3 ഓവർ 41 ദേശ്പാണ്ഡെ 4 ഓവറിൽ 38, ബ്രിജേഷ് 3.35 രവി ബിഷ്ണോയി അടുത്ത എക്സ്പെൻസീവാണ് 2 ഓവർ 28, ജഡു 3 ഓവറിൽ 33 കൊടുക്കുന്ന കാഴ്ചയും കണ്ടില്ലേ ഇന്നലെ.
ഏതായാലും ഈ മത്സരത്തോടുകൂടി ഡൽഹിക്ക് ഇപ്പോ 8 പോയിന്റ് ആയിട്ടുണ്ട്. രാജസ്ഥാൻ ആവട്ടെ 10 പോയിന്റ് 12 കളി കളിച്ചു. രാജസ്ഥാൻ 10 കളി കളിച്ചിട്ട് ഏകദേശം 4 കളിയിൽ 2 കളി വിജയിച്ചേ പറ്റൂ. ഡൽഹിക്കും ഏകദേശം അതേ അവസ്ഥയാണ്. ഇപ്പൊ 2 ടീമും ഇപ്പോ സെമിയിൽ വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്ന ടീമുകളായി മാറിയിട്ടുണ്ട്. ഏതായാലും ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ വീട്ടിലെത്താം.